ഉൽപ്പത്തി 15-ാം അധ്യായം. ഈ സംഭവങ്ങൾക്ക് ശേഷം അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം ഭവിച്ചു: അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാം ചോദിച്ചു: എൻ്റെ നാഥനായ കർത്താവേ, അങ്ങ് എനിക്ക് എന്താണ് തരിക? ഞാൻ ഇപ്പോഴും സന്താനരഹിതനായി തന്നെ കഴിയുന്നു. ദമാസ്കസുകാരൻ എലിയേസറാണ് എൻ്റെ വീടിൻ്റെ കാര്യസ്ഥൻ. തുടർന്ന് അബ്രാം പറഞ്ഞു: നോക്കൂ, എനിക്കൊരു സന്താനത്തെ അങ്ങ് തന്നിട്ടില്ല. ഇതാ, എൻ്റെ ഭവനത്തിലെ ഒരംഗമായിരിക്കും എൻ്റെ അനന്തരാവകാശി. അപ്പോൾ അവന് കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി: അവനല്ല നിന്റെ അനന്തരാവകാശിയാകുന്നത്. പ്രത്യുത നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അനന്തരാവകാശിയാകും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു: ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുക, അവയെ എണ്ണാൻ നിനക്ക് കഴിയുമെങ്കിൽ. അവിടുന്ന് തുടർന്ന് അവനോട് പറഞ്ഞു: അതുപോലെയായിരിക്കും നിന്റെ സന്തതിയും. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അത് അവിടുന്ന് അവന് നീതിയായി പരിഗണിക്കുകയും ചെയ്തു. അവിടുന്ന് തുടർന്ന് അവനോട് അരുൾ ചെയ്തു: ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊറിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു: എൻ്റെ നാഥനായ കർത്താവേ, ഇതു ഞാൻ അവകാശമാക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് അവനോട് പറഞ്ഞു: 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവ്, 3 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണാട്, 3 വയസ്സ് പ്രായമുള്ള ഒരു മുട്ടാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും പ്രാവിൻ കുഞ്ഞിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം അവിടത്തേക്കായി കൊണ്ടുവന്ന് അവ നെടുകെ പിളർന്ന് കഷണങ്ങൾ നേർക്കുനേർ വച്ചു. എന്നാൽ പക്ഷികളെ അവൻ പിളർന്നില്ല. ജഡത്തിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാമിൻ്റെ മേൽ ഒരു ഗാഠനിദ്ര പതിച്ചു. ഇതാ, കൂരിരുളാർന്ന ഒരു ഭീതി അവൻ്റെ മേൽ നിപതിക്കുന്നു. അപ്പോൾ കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു: നീ ഇത് ഉറപ്പായും അറിഞ്ഞുകൊള്ളുക. നിന്റെ സന്തതി തങ്ങളുടേതല്ലാത്ത നാട്ടിൽ പ്രവാസികളായിരിക്കും. അവർ അക്കൂട്ടർക്ക് ദാസവേല ചെയ്യും. അവരാകട്ടെ 400 കൊല്ലം അവരെ കഷ്ടപ്പെടുത്തും. എന്നാൽ അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും. അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും. നീയാകട്ടെ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. വാർദ്ധക്യത്തികവിൽ നീ സംസ്കരിക്കപ്പെടും. 4-ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. എന്തെന്നാൽ അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല. സൂര്യൻ അസ്തമിച്ചപ്പോൾ കനത്ത അന്ധകാരമുണ്ടായി. ഇതാ, പുകയുന്ന തീച്ചൂളയും ജ്വലിക്കുന്ന തീനാളവും ആ കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. ആ ദിവസം തന്നെ കർത്താവ് അബ്രാമുമായി ഇപ്രകാരം ഉടമ്പടി ചെയ്തു: നിന്റെ സന്തതിക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് നദി വരെയുള്ള കേന്യർ, കെനീസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിസ്യർ, റഫായിം, അമോര്യർ, കനാന്യർ, ഗിർഗാഷ്യർ, ജബൂസ്യർ എന്നിവരെ തന്നെ.